السلام عليك أيها النبي ورحمة الله وبركاته. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ഓരോ നോമ്പുകളെയും പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടലിലെ എല്ലാം അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കാലങ്ങളായി നമ്മുടെ സ്ഥാപനത്തിലെ സഹായിയായ പാലാങ്കോണം തൻസീർ എന്ന സഹോദരന്റെ പിതാവ് അലിയാർ കുഞ്ഞ് എന്നവർക്കും അതുപോലെ തന്നെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയവർക്കും വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ വകയാണ് ആഹാരമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം ആ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാം മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്യ അലിയാർ കുഞ്ഞെന്ന സഹോദരന് പിതാവിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരുനാഗപ്പള്ളി അബ്ദുൽ വഹാബിന്റെ കൊച്ചുമകൻ മുഹമ്മദ് സാഹിബിന്റെ 8ാം ജന്മദിനമാണ്. കൂടാതെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയവർക്കും വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകനെ എല്ലാവിധ വളർമയിലും അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വാലിഹായ മകനാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കുടുംബത്തിൽ ആരെല്ലാം മൺമറഞ്ഞു പോയിട്ടുണ്ടോ അവർക്കെല്ലാം മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവനന്തപുരം ലൈല എന്ന സഹോദരിയുടെ ഭർത്താവ് സാജിദ്ദീൻ മരണപ്പെട്ടു. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവനന്തപുരം നബീൽ എന്ന സഹോദരന്റെ ഹലാലായ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചാരിറ്റി വില്ലേജിലെ സ്റ്റാഫായ കല്ലറ നജ്മുദ്ദീന്റെ മകൾ സുൽത്താന ഫാത്തിമ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. പരീക്ഷ എളുപ്പമാകുന്നതിനും ഉന്നത വിജയം ലഭിക്കുന്നതിനും വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകളെ നല്ല രീതിയിൽ നല്ല മാർക്കോടുകൂടി ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പഠനത്തിൽ എല്ലാവിധ പുരോഗതിയും ഖൈറും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കരമന മാഹീൻ എന്ന സഹോദരന്റെ കച്ചവടത്തിൽ ബറക്കത്തിനും മരണപ്പെട്ടു പോയ സഹോദരി ഷൈല ബീവിക്കും വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ കച്ചവടത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിൽ ആ സഹോദരന്റെ മരണപ്പെട്ടു പോയ ആ സഹോദരി ഷീല ബീവി എന്ന സഹോദരി അവരുടെ ഖബറിടത്തെ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെബായ നാസർ എന്ന സഹോദരന്റെ മക്കളായ ഷാജി മുഹമ്മദിനും ഷജിന മുഹമ്മദിനും അവരുടെ കുടുംബ ജീവിതത്തിലെ എല്ലാവിധ ഖൈറിനും ബറക്കത്തിനും വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബങ്ങളിൽ ഐശ്വര്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
തൊളിക്കോട് ആയിഷ നിസാം എന്ന സഹോദരിയുടെ അസുഖം മുഴുവനായിട്ട് മാറുന്നതിനും ആരോഗ്യത്തിനും ആഫിയത്തിനും വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിയുടെ അസുഖം പൂർണ്ണമായ നിലയിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്പലത്തറ ജാസ്മിൻ എന്ന സഹോദരിയുടെ കച്ചവടത്തിന് ബറക്കത്തിന് വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിയുടെ കച്ചവടത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഞ്ഞാറമോട് നസീർ ഖാൻ എന്ന സഹോദരന്റെ പിതാവ് അലിയാർ കുഞ്ഞിന്റെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഖബർ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചാരിറ്റി വില്ലേജിലെ സ്റ്റാഫ് ഇടുക്കി ദിനേശ് എന്ന സഹോദരൻ കള്ളക്കേസിൽ അകപ്പെട്ടിപ്പോൾ ദിനേശിന്റെ സഹോദരൻ കള്ളക്കേസിൽ അകപ്പെട്ടിപ്പോൾ ജയിലിലാണ്. നിരപരാധിത്വം തെളിയിക്കുന്നതിനും എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുന്നതിനും വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് ആ നിരപരാധിത്വം പൂർണ്ണമായും തെളിഞ്ഞ് പുറത്തിറങ്ങി മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ, രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات بالعقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അതുപോലെ തന്നെ ആ പിതാവിന് വേണ്ടി കുടുംബം 2 ഖത്തം ഓതി പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാം മിസ്ല സവാബിനെയും ആ പിതാവിന്റെ ഖബറിൽ എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت فلك الحمد حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية وازنة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا ومنجينا ومرشدنا ومصطفى محمد صلى الله عليه وسلم. اللهم ارزقنا في الدنيا زيارته وفي المنام مصافحته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا تحت ظل لوائه الموقود. اللهم أفض علينا من فيوضاتهم وأسرارهم وبركاتهم وعلومهم في الدين والدنيا والآخرة. اللهم أمدنا بمددهم واحمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين. اللهم بحقهم وبجاههم وببركاتهم وبكراماتهم يسر عسيرنا وسهل أمورنا واشف أمراضنا وحسن مرادنا وادفع بلياتنا وأد ديوننا وارحم موتانا يا أرحم الراحمين. അല്ലാഹു യാ റഹ്മാനുർ റഹീമായ ദയാലുവായ കരുണയുള്ള കൃപയുള്ള റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണം. അല്ലാഹു ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണം. ഞങ്ങൾ ഇതുവരെ പിടിച്ച നോമ്പുകളെ എല്ലാം അതിന്റെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് നീ സ്വീകരിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ അത് പരിപൂർണമായ നിലയിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും നീ പുറത്തു മാപ്പാക്കണം. നിന്റെ മഹത്തരമായ ഫള് കൊണ്ട് നീ പുറത്തു മാപ്പാക്കണം. അല്ലാഹുവേ നിന്നോടല്ലാതെ മറ്റാരോടും ഞങ്ങൾക്ക് ചോദിക്കാനില്ല റഹ്മാനെ.
അല്ലാഹുവേ നീയാണ് കാഫി, നീയാണ് ഷാഫി. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിവുള്ളവൻ അല്ലാഹുവേ നീ മാത്രമാണ്. നിന്നോടല്ലാതെ മറ്റാരോടാണ് ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയൂ റബ്ബേ? അല്ലാഹുവേ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുള്ള നാഥ, നീ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കണം അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, കുടുംബക്കാർ, നാട്ടുകാർ, വീട്ടുകാർ, വിശിഷ്യ അല്ലാഹുവേ ഇന്നിവിടെ ആഹാരം നൽകുന്ന, നോമ്പ് തുറപ്പിക്കുന്ന സഹോദരന്റെ പിതാവടക്കമുള്ള എത്രയോ ആളുകളാണ് അല്ലാഹുവേ മൺമറഞ്ഞു പോയിട്ടുള്ളത് റഹ്മാനെ. അല്ലാഹുവേ അവരുടെ എല്ലാ കബറിടങ്ങളിലും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം അല്ലാഹുവേ ആ കുടുംബം, ആ പിതാവിന് വേണ്ടി എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാ മിഥില സവാബിനെയും ആ ഖബറിൽ നീ എത്തിക്കണം അല്ലാഹുവേ നാളെ നമുക്ക് എല്ലാവർക്കും ആ പിതാവിനോടൊപ്പം സ്വർഗത്തിൽ ആനന്ദിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹുവേ കുടുംബത്തിന് ഐശ്വര്യം നൽകണം ബറക്കത്ത് നൽകണം അല്ലാഹുവേ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണം അല്ലാഹുവേ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. ധാരാളം ആളുകളുടെ കുടുംബാദികളിൽ നിന്ന് മൺമറയിലാണ് റഹ്മാനെ. അല്ലാഹുവേ അവരെ എല്ലാം നീ പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ നീ ഉറക്കണം പുതുമണവാട്ടി ഉറങ്ങുന്നത് പോലെ നീ ഉറക്കണം അല്ലാഹുവേ ഖബർ ശിക്ഷയിൽ നിന്നും നീ കാത്തു രക്ഷിക്കണം ഖബറിലെ ചോദ്യോത്തര വേളയിൽ നീ എളുപ്പം നൽകണം അല്ലാഹുവേ കുടുംബാദികൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആ പിതാവിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, എന്തെല്ലാം സൽക്കർമ്മങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അതിന്റെ എല്ലാം മിഥില സവാബിനെയും നീ അവരുടെ കബറിടങ്ങളിലേക്ക് നീ എത്തിക്കണം അത് കാരണമായി അല്ലാഹുവേ സ്വർഗത്തിന്റെ ഉന്നത തലങ്ങളിൽ നീ എത്തിക്കണം മനുഷ്യ സഹജമായി സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണം മുഴുവൻ പാപങ്ങളെയും നീ പുറത്തു മാപ്പാക്കണം മഗ്ഫിറത്ത് നൽകണം മർഹമത്ത് നൽകണം അല്ലാഹുവേ അദാബിൽ ഖബറിനെ തൊട്ട് കാത്തു രക്ഷിക്കണം അല്ലാഹുവേ ഇവിടത്തെ പാപങ്ങളായ മക്കളാ ഭക്ഷണം കഴിച്ച് അൽഹംദുലില്ലാ പറയുമ്പോ ആ കുടുംബത്തിന് നീ സ്വർഗത്തിലെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കണം സ്വർഗത്തിലെ പാനീയം നൽകി അനുഗ്രഹിക്കണം നീ പരിപൂർണമായും സ്വീകരിക്കണം അല്ലാഹുവേ നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും നീ സ്വീകരിക്കണം നമുക്ക് നീ ഹിദായത്ത് നൽകണം നമ്മുടെ ആഖിബത്ത് നന്നാക്കണം ധാരാളം ആളുകൾ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാനെ. അവരുടെ രോഗങ്ങളെ സംബന്ധിച്ച് അറിവുള്ള നാഥാ, അവർക്ക് നീ ആജിലായ കാമിലായ ശിഫ പ്രദാനം ചെയ്യണം അല്ലാഹുവേ നീ അവർക്ക് ആരോഗ്യം നൽകണം ആഫിയത്ത് നൽകണം സിഹത്ത് നൽകണം സർവോപരി ദീർഘായുസ് നൽകണം നമ്മുടെ ജീവിതങ്ങളിൽ സമാധാനവും സന്തോഷവും നൽകണം അല്ലാഹുവേ നീ ഞങ്ങളുടെ വീടുകളിൽ ബറക്കത്ത് ചെയ്യണം ഞങ്ങളുടെ വീട്ടുകാരിൽ നീ ബറക്കത്ത് ചെയ്യണം ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണം ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാഹുവേ ഞങ്ങളുടെ വാഹനങ്ങളിൽ ബറക്കത്ത് ചെയ്യണം അങ്ങനെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം നീ ഖൈറിലാക്കണം അല്ലാഹുവേ അകന്നിരിക്കുന്ന ഖൈറുകളെ നീ അടുപ്പിക്കണം അടുത്തിരിക്കുന്ന ശർറുകളെ നീ അകറ്റി നിർത്തണം നിന്റെ കരുണയുടെ നോട്ടം നീ നോക്കണം നിന്റെ മഹബ്ബത്തിന്റെ നോട്ടം നീ നോക്കണം നമ്മുടെ എല്ലാ ബന്ധങ്ങളും നീ ഊട്ടി ഉറപ്പിക്കണം ബന്ധങ്ങളെ ചിന്ന ഭിന്നമാക്കി കളയുന്നവരുടെ കൂട്ടത്തിൽ നീ പെടുത്തല്ലേ ബന്ധങ്ങളെ ചേർക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണം അതോടുകൂടി അതിലൂടെ അല്ലാഹു നിന്റെ സ്വർഗത്തിലേക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗത്തിലേക്ക് എത്തിക്കണം എത്ര കേട്ടാലും കണ്ടാലും മതിവരാത്ത ഇഷ്ടമുള്ള സ്നേഹമുള്ള പ്രണയമുള്ള ബന്ധങ്ങളാക്കി ഞങ്ങളുടെ ബന്ധങ്ങളെ നീ മാറ്റണം നമ്മുടെ നാടുകളെ എല്ലാം
ഹിദായത്തിന്റെ കേന്ദ്രമാക്കണം അല്ലാ. ആലിമീങ്ങളെ കൊണ്ട് നിറയ്ക്കണം അല്ലാ. ഹാഫിളീങ്ങളെ കൊണ്ട് നിറയ്ക്കണം അല്ലാ. ഈ സ്ഥാപനത്തിന് നീ വളർത്തണം അല്ലാ. ഖിയാമത്ത് നാൾ വരെയും ലോകത്തിന് മാതൃകയാവുന്ന തരത്തിൽ നീ സ്ഥാപനത്തിന് നിലനിർത്തണം അല്ലാ. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഏതെല്ലാം തരത്തിൽ സഹകരിക്കുന്നുണ്ടോ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം അല്ലാ. വിശിഷ്യ ഈ സ്ഥാപനത്തിലെ സേവകർക്ക് നീ അല്ലാഹുവേ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണം അല്ലാ. അവർക്ക് നീ ആരോഗ്യം നൽകണം അല്ലാ. അവരുടെ കുടുംബങ്ങളെ നീ ഐശ്വര്യം നൽകണം അല്ലാ. അല്ലാഹുവേ അവർക്ക് നീ സിഹത്ത് നൽകണം അല്ലാ. അവർക്ക് നീ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണം അല്ലാ. ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണം അല്ലാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണം അല്ലാ. പരിപൂർണമായ നിലയിൽ സ്വീകരിക്കണം അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ധാരാളം ആളുകളുണ്ട് റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണം അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ അഭിലാഷങ്ങളെല്ലാം നീ അറിയുന്നവനാണല്ലോ റഹ്മാനെ. മുഴുവൻ കാര്യങ്ങളെയും നീ സ്വീകരിക്കണം അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായും കബൂലാക്കണം അല്ലാ. അവരുടെ ഇത്ആമിനെ നീ സ്വീകരിക്കണം അല്ലാ. അല്ലാഹു ഇവിടത്തെ പാപങ്ങളായ മക്കൾ അല്ലാഹുവേ ആമീൻ പറയുമ്പോ അതിനെ നീ സ്വീകരിക്കാതിരിക്കല്ലേ അല്ലാ. പൂർണ്ണമായും നീ സ്വീകരിക്കണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لنا ذنوبنا يا رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.